ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഫങ്ഷൻസ് ഓഫ് മണി എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് മണി എന്തൊക്കെയാണ്. നമുക്ക് സാധനങ്ങൾ മേടിക്കാം, വിൽക്കാം, ബാങ്കിൽ കൊണ്ടിടാം, ഇങ്ങനെ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് അറിയാം. ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാലും ഇത് അടുക്കും ചിട്ടയോടും കൂടി ഒരു വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണം എക്കണോമിക്സിൽ പറയുന്നുണ്ട്, ഫങ്ഷൻസ് ഓഫ് മണി. അപ്പം അത് എന്തൊക്കെയാണെന്നാണ് കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഫങ്ഷൻസ് ഓഫ് മണി. നമുക്കറിയാം, ഇപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവരുടേതായ കറൻസി നോട്ടുകളും കോയിൻസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, മണിയുടെ ഇൻവെൻഷന് മുമ്പ് ബാർട്ടർ സിസ്റ്റമായിരുന്നു ഫോളോ ചെയ്യുന്നത്. അപ്പം ബാർട്ടർ സിസ്റ്റത്തിലുള്ള പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ടാണ് മണി മുന്നോട്ട് വന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് നമുക്ക് പരിചയപ്പെടാം. The functions of money can be broadly categorized under two heads. അതായത് ബ്രോഡായിട്ട് നമുക്ക് രണ്ടായിട്ട് മണിയുടെ ഫംഗ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ഫംഗ്ഷൻ പ്രൈമറി ഫംഗ്ഷൻ, രണ്ടാമത്തെ സെക്കൻഡറി ഫംഗ്ഷൻ. അപ്പോൾ പ്രൈമറി ഫംഗ്ഷൻസിനെ ഇപ്പം മെയിൻ ഫംഗ്ഷൻസ് എന്നും അല്ലെന്നുണ്ടെങ്കിൽ ബേസിക് ഫംഗ്ഷൻസ് എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ. അത് അതിൻ്റെ മറ്റൊരു പേരാണ്. അടുത്ത സെക്കൻഡറി ഫംഗ്ഷൻസിനെ സബ്സിഡിയറി ഫംഗ്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നുണ്ട്. ഡെറിവേറ്റീവ് ഫംഗ്ഷൻ എന്നുള്ള പേര് വരാൻ കാരണം പ്രൈമറി ഫംഗ്ഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന ഫംഗ്ഷനാണ് സെക്കൻഡറി ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സബ്സിഡിയറി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിലുള്ളതുപോലെയാണ് ഞാൻ ഇനി അങ്ങോട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഫംഗ്ഷൻസ് ഓഫ് മണി ഞാൻ പറഞ്ഞു, പ്രൈമറി സെക്കൻഡറി. ഇതിന് ഈ പ്രൈമറിയെ രണ്ടായിട്ട്, സെക്കൻഡറിയും വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പ്രൈമറി ഫംഗ്ഷനെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ എന്നും, സെക്കൻഡറി ഫംഗ്ഷൻസിനെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്സ്, സ്റ്റോർ ഓഫ് വാല്യൂ എന്നും തിരിക്കുന്നുണ്ട്. ഇത് കഴിയുമ്പം വീഡിയോ കഴിഞ്ഞു. അത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പ്രൈമറി ഫംഗ്ഷൻസ് നോക്കാം. അതായത് ഒരു എക്കണോമിയിൽ പണം ഉറപ്പായിട്ടും പെർഫോം ചെയ്യേണ്ട ഫംഗ്ഷനാണ് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രൈമറി ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് മണി വിച്ച് ഇറ്റ് മസ്റ്റ് പെർഫോം ഇൻ എവറി എക്കോണമി ഓർ എവറി കൺട്രി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പ്രൈമറി ഫംഗ്ഷൻ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അത് നമുക്കറിയാം, ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് പേയ്മെൻറ്റ്സ് ഫോർ ഓൾ ട്രാൻസാക്ഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഏതൊരു സാധനമോ സേവനമോ ആയിക്കോട്ടെ അത് ട്രാൻസാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന, അതാണ് ആ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷനിൽ വരുന്നത്. ഇതിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിമൂവ്ഡ് ദ ഡിഫിക്കൽട്ടി ഓഫ് ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ്. ഞാൻ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ പോരായ്മയിൽ പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ലിങ്ക് വിട്ടേക്കാം കേട്ടോ. അതിൽ ഞാൻ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ പോരായ്മ പറയുന്നുണ്ട്. അതിൽ ഞാൻ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലേ ഇത് ബാർട്ടർ നടക്കത്തുള്ളൂ. അപ്പോൾ ആ പോരായ്മ പരിഹരിച്ചുകൊണ്ട് മണി വന്നു. പിന്നെ ഇറ്റ് അലൗസ് പർച്ചേസ് ആൻഡ് സെയിൽ ടു ബി കണ്ടക്റ്റഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, നമുക്ക് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ, മറ്റൊരു ഗുഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വതന്ത്രമായിട്ട് സാധനങ്ങളുടെ വ്യാപാരം നടത്താം. അടുത്തത്, ഇറ്റ് ഫെസിലിറ്റേറ്റഡ് ട്രേഡ് ആൻഡ് ഹെൽപ്സ് ഇൻ ട്രാൻസാക്ഷൻ ഇൻ ആൻ എക്കോണമി. അത് ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്തു. അത് വാണിജ്യത്തെ, അത് കച്ചവടത്തിന്, ദൂരദേശങ്ങളിലേക്കുള്ള കച്ചവടത്തിനൊക്കെ അത് എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്തു. പിന്നെ അടുത്തത്, ഇറ്റ് പ്രൊവൈഡഡ് പർച്ചേസിങ് പവർ ഈ മണി കൊണ്ടുവന്നു. അപ്പം ബാർട്ടറിലാണെന്നുണ്ടെങ്കിൽ എത്ര പർച്ചേസിങ് പവർ എനിക്കുണ്ടെന്ന് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളുടെ അളവ് വെച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പണം അല്ലെങ്കിൽ മണി കയ്യിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇത്ര പർച്ചേസിങ് പവർ എനിക്കുണ്ട് എന്ന്. മീഡിയം ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്ന രണ്ടാമത്തെ കാറ്റഗറിയാണ് മെഷർ ഓഫ് വാല്യൂ എന്ന് പറയും. അതായത് ഇറ്റ് മീൻസ് ദാറ്റ് മണി വർക്ക്സ് ആസ് എ കോമൺ ഡിനോമിനേഷൻ. അതായത് ഇപ്പോൾ 100ൻ്റെ നോട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ 100ൻ്റെ നോട്ടും ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടൊരു ഡിനോമിനേഷൻ ഉണ്ട്. ഇപ്പോൾ 500ൻ്റെ നോട്ടാണെങ്കിൽ എല്ലാ 500ൻ്റെ നോട്ടും ഒരുപോലെയാണ്. അപ്പം ഈ 500 രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നു നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ബാർട്ടർ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു മാങ്ങയോ അല്ലെങ്കിൽ ഒരു ചക്കയോ കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്തൊക്കെ നമുക്ക് കോമൺ ആയിട്ടൊരു ഡിനോമിനേഷൻ അല്ല അതിനുള്ളത്. പല ചക്കയ്ക്കും പല വലുപ്പമായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഇൻ വിച്ച് വാല്യൂസ് ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസ് ആർ എക്സ്പ്രസ്ഡ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ സാധനങ്ങളുടെയും വില എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ വരുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇറ്റ് ബിക്കംസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് എക്സ്ചേഞ്ച് റേഷ്യോസ് കണ്ടെത്താൻ വളരെ ഉപകാരപ്പെട്ടു പണത്തിൻ്റെ കണ്ടെത്തൽ. അതായത് ഇത്ര ഗുഡ്സിന് എത്ര രൂപ എന്നുള്ള ഒരു റേഷ്യോ. പിന്നെ അടുത്തത്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് മെയിൻ്റെനൻസ് ഓഫ് ബിസിനസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. അപ്പം ബിസിനസ്സിലേക്ക് എത്ര പൈസ വന്നു, ബിസിനസ്സിൽ നിന്ന് എത്ര പൈസ പുറത്തേക്ക് പോയി, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, എത്ര പണത്തിൻ്റെ അളവ് ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സഹായിച്ചു. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് റിലേറ്റീവ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് താരതമ്യേന ഒരു ഗുഡിന് എത്ര മതിപ്പ്, പണപരമായിട്ട് എത്ര മതിപ്പ് അതിനുണ്ട് എന്ന് നമുക്ക് മറ്റുള്ള ഗുഡ്സിനെ അപേക്ഷിച്ച് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അതിന് എത്ര വില കൂടുതലായിട്ട് വരുന്നു, അങ്ങനെയുള്ള ആ വില അളക്കാനും ഇതിലൂടെ സാധിച്ചു. അടുത്തത് നമുക്ക് സെക്കൻഡറി ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫംഗ്ഷൻസ് വിച്ച് ആർ സപ്ലിമെൻ്ററി ടു ദ പ്രൈമറി ഫംഗ്ഷൻസ്. പ്രൈമറി ഫംഗ്ഷൻസിന് സപ്ലിമെൻ്ററി ആയിട്ട്, അതിന് പകരമായിട്ട് വരുന്ന ഫംഗ്ഷനാണ് സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ഡിറൈവ്ഡ് ഫ്രം പ്രൈമറി ഫംഗ്ഷൻ. അതായത് പ്രൈമറി ഫംഗ്ഷനിൽ നിന്ന് ഡിറൈവ്ഡ് ചെയ്ത് വന്ന ഫംഗ്ഷൻ, അതുകൊണ്ടാണ് ഇതിനെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൽ വരുന്ന ആദ്യത്തെ സബ് ഹെഡിംഗ് ആണ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്സ്. അതായത് ഇറ്റ് മീൻസ് ദാറ്റ്
മണി ആക്ട്സ് ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് പേയ്മെൻറ്റ്സ് വിച്ച് ആർ ടു ബി മെയ്ഡ് ഇൻ ഫ്യൂച്ചർ. നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഞാൻ പിന്നെ പൈസ തരാം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം, അതാണ് ഡിഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മണിയുടെ ഇൻവെൻഷനോടുകൂടിയാണ് വന്നത്. ഇതിൽ വരുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇറ്റ് ഹാസ് സിംപ്ലിഫൈഡ് ദ ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഓപ്പറേഷൻസ്. മേടിക്കുക, വിൽക്കുക, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് കുറച്ചുകൂടെ ലളിതമാക്കിയത് പണത്തിൻ്റെ കണ്ടെത്തലോടുകൂടിയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്ക് പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വന്നത് പണത്തിൻ്റെ കണ്ടെത്തലോടുകൂടിയാണ്. ബാർട്ടർ സിസ്റ്റമാണ് ഇപ്പോഴും ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ബാങ്കുകളൊന്നും ഒരിക്കലും ഉദയം ചെയ്യില്ല. സെക്കൻഡറി ഫംഗ്ഷനിൽ അടുത്തായിട്ട് വരുന്നത് സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് മണി ക്യാൻ ബി യൂസ്ഡ് ടു ട്രാൻസ്ഫർ പർച്ചേസിംഗ് പവർ ഫ്രം പ്രസൻറ്റ് ടു ഫ്യൂച്ചർ. പർച്ചേസിംഗ് പവർ പ്രസൻറ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, അപ്പോൾ ഈ സാധനം മേടിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ല, എനിക്കൊരു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ സാധനം മേടിക്കാൻ താല്പര്യം. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഡേറ്റിൽ നിങ്ങൾക്ക് ആ സാധനം മേടിക്കാം. പക്ഷേ ബാർട്ടറിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബാർട്ടർ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ 2 കൊല്ലം വെച്ചിരുന്നാൽ ആ സാധനം കേടായി പോകും. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അടുത്തതിൻ്റെ പോയിന്റ്സ് ഇതൊക്കെയാണ്. മണി ഈസ് അവൈലബിൾ ഇൻ ഫ്രാക്ഷണൽ ഡിനോമിനേഷൻ. നമുക്ക് 500 നോട്ട് ചില്ലറായിട്ട് മാറാം. അപ്പോൾ 100 നോട്ടുകളായിട്ട് മേടിക്കാം, 200 നോട്ടുകൾ, അങ്ങനെ ചേഞ്ച് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ ഇറ്റ്സ് സ്റ്റോറേജ് ഡസ് നോട്ട് റിക്വയർ മച്ച് സ്പേസ്. അതിൻ്റെ സ്റ്റോറേജിന് ബാർട്ടർ സിസ്റ്റത്തിലേതുപോലെ ഇപ്പം നെല്ലൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി വേണം. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം പണത്തിൽ വരുന്നില്ല. അടുത്തത് മണി ക്യാൻ ബി ഈസിലി എക്സ്ചേഞ്ച്ഡ് ഫോർ ഗുഡ്സ് അറ്റ് ഓൾ ടൈംസ്. അത് ഏതൊരു കാലഘട്ടത്തിലെ ഗുഡായാലും, ഇപ്പം അത് ഒരുപാട് കാലം ആ ഗുഡ് വെച്ചിരുന്നാൽ അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കും, എന്നാലും അപ്പം വില കുറച്ച് കൊടുത്താൽ പോരെ. അപ്പോൾ അങ്ങനെ ഏത് കാലഘട്ടത്തിൽ ഗുഡ് വേണമെങ്കിലും നമുക്ക് പണമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തത് സേവിങ് ഇൻ ടേംസ് ഓഫ് മണി ആർ മച്ച് മോർ സെക്യൂർഡ് ദാൻ ഇൻ ടേംസ് ഓഫ് ഗുഡ്. അതായത് ബാർട്ടർ സിസ്റ്റത്തിലെ പോലെ സാധനങ്ങളായിട്ട് സേവ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സെക്യൂറാണ് പണമായിട്ട് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.